ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി ആപ്പിന്റെ മറ്റൊരു വെബിനാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്ലിന്ത. ഇന്നത്തെ ഈ ലൈവ് സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ബോട്ടണി സിലബസിന്റെ യൂണിറ്റ് 5 ആണ്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ യൂണിറ്റ്സ് ആയിട്ട് ഓരോ വീക്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 5 ആണ്. ഓക്കെ, അപ്പം യൂണിറ്റ് 5 എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്നാണ് ആ ഒരു മൊഡ്യൂളിന്റെ, ആ യൂണിറ്റ് 5ന്റെ പേര്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് വരുന്നത്? ഏകദേശം 8 മൊഡ്യൂളുകൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5. ഓക്കെ, അപ്പൊ അതിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി നമുക്ക് പഠിക്കാനുണ്ട്, എക്കോളജിക്കൽ ഒബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ. ഓക്കെ, നെക്സ്റ്റ് 6th മൊഡ്യൂൾ നാച്ചുറൽ റിസോഴ്സസ്, 7th ഈസ് ഫൈറ്റോജോഗ്രഫി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എവല്യൂഷൻ. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിനെയും എക്കോളജിയും സംബന്ധിക്കുന്ന, റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 8 മൊഡ്യൂളുകളുള്ള ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതിലെ ബേസിക് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ എന്താണ് ഓരോ ടേമിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഈ ഒരു യൂണിറ്റ് 5ലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പല ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള സെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേം എക്കോസിസ്റ്റം വാസ് പ്രപ്പോസ്ഡ് ബൈ. ഓക്കെ, അപ്പൊ എക്കോസിസ്റ്റം എന്നുള്ളൊരു ടേം ആരാണ്, ഏത് വ്യക്തിയാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ലിൻമാൻ, ഓപ്ഷൻ ബി A.G. ടാൻസ്ലി ആൻഡ് ഓപ്ഷൻ സി ഗ്രിനൽ ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ സി എന്താണ്, ടർസൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ ടേം കോയിൻ ചെയ്ത വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആരായിരിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് A.G. ടാൻസ്ലി ആണ് എന്ത് എക്കോളജി എന്നുള്ളൊരു വേർഡ്, സോറി എക്കോസിസ്റ്റം എന്നുള്ളൊരു വേർഡ് കോയിൻ ചെയ്ത വ്യക്തിയാണ് A.G. ടാൻസ്ലി. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം A.G. ടാൻസ്ലി ആണ് എക്കോസിസ്റ്റം എന്നുള്ളൊരു വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. അപ്പൊ എന്താണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? എക്കോസിസ്റ്റം ഈസ് എ സെഗ്മെന്റ് ഓഫ് ബയോസ്ഫിയർ കൺസിസ്റ്റിംഗ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓഫ് ലിവിംഗ് ബീയിങ്സ് ആൻഡ് ദി എബയോട്ടിക് ഓർ ഫിസിക്കൽ എൻവയോൺമെന്റ് ബോത്ത് ഇന്ററാക്ടിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദം. സോ എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് എക്കോളജി എന്ന് പറയുന്നത്? എക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദർ ഇന്ററാക്ഷൻസ് വിത്ത് ദ സറൗണ്ടിങ്സ്. ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലേസിലുള്ള അതിന്റെ ഓർഗാനിസവും, എക്കോളജി എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഓർഗാനിസവും അതിന്റെ സറൗണ്ടിങ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡി. അത് എങ്ങനെയാണ് ഒരു ഓർഗാനിസവും അതുപോലെ തന്നെ അതിന്റെ സറൗണ്ടിങ്സും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എക്കോളജി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എന്താ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബയോസ്ഫിയറിന്റെ ഒരു സെഗ്മെന്റ് ആണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. So, ecosystem is a segment of biosphere consisting of a community of living beings and the abiotic or physical environment both interacting and exchanging materials between them. So, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ലിവിങ് ബീയിങ്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും അതുപോലെ തന്നെ അതിലുള്ള എബയോട്ടിക് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെന്റും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുകയും അവർ തമ്മിൽ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ബയോസ്ഫിയറിന്റെ ഒരു സെഗ്മെന്റ് ആണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്കോസിസ്റ്റം എന്നുള്ളൊരു വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തിയാണ് A.G. ടാൻസ്ലി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യുജീൻ ഓഡമാണ് ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓഡമാണ് ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എക്കോളജി എന്നുള്ളൊരു വേർഡ് കോയിൻ ചെയ്തത് ബേസിക്കലി അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. A.G. ടാൻസ്ലി എക്കോസിസ്റ്റം എന്നുള്ള വേർഡാണ് കോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് എക്കോളജി എന്നുള്ള വേർഡ് കോയിൻ ചെയ്ത വ്യക്തിയാണ് ഏണസ്റ്റ് ഹക്കൽ. ഓക്കെ, അപ്പൊ ഏണസ്റ്റ് ഹക്കൽ ആണ് എക്കോളജി എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത്. അപ്പൊ യുജീൻ ഓഡമാണ് ഫാദർ ഓഫ് എക്കോളജി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So, second question, acid rain is a result of.
അപ്പൊ നമുക്കറിയാം എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ് ആസിഡ് റെയിൻ, അതിന് കാരണമാകുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. സോ ഓപ്ഷൻ എ വായിക്കാം. ഓപ്ഷൻ എ എക്സസ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സെക്കൻഡ് ഓപ്ഷൻ ബി എക്സസ് എമൗണ്ട് ഓഫ് അമോണിയ. ഓപ്ഷൻ സി എക്സസ് എമൗണ്ട് ഓഫ് SO2 and NO2. നെക്സ്റ്റ് എക്സസ് ഓഫ് കാർബൺ മോണോക്സൈഡ്. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഓപ്ഷൻ സി ആണ്. എക്സസ് എമൗണ്ട് ഓഫ് SO2 and NO2 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ദി റിലീസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് nitrogen oxides into atmosphere where they react with water, oxygen and other chemicals to become sulfuric acid and nitric acid respectively. So acid rain എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെയുള്ള കമ്പോണൻസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ആയി കഴിയുന്ന സമയത്ത് അത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് അവിടെ കെമിക്കൽസ് ഫോം ആവുന്നു. അല്ലെങ്കിൽ എന്താണ് ആസിഡ്സ്, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡ് പോലെയുള്ള ആസിഡ് ഫോം ആവുകയും ഏകദേശം ഒരു pH 5.2 ഒക്കെ ഉള്ള അതിന് എബോവ് ആയിട്ടുള്ള pH ഉള്ള എന്താണ് റെയിൻ, ആസിഡ് റെയിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പൊ ആസിഡ് റെയിനിന് മെയിൻ ആയിട്ട് കാരണമാകുന്ന അല്ലെങ്കിൽ മെയിൻ കോസ് ഓഫ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത് എന്താണ്? സൾഫർ ഡയോക്സൈഡ്, ദാറ്റ് ഈസ് SO2 ഉം NO2 ഉമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. വെൻ two ecosystem overlap each other the area is called. അതായത് രണ്ട് എക്കോസിസ്റ്റങ്ങൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയ, അത് തമ്മിൽ ഇന്റർമിംഗിൾ ചെയ്യുന്ന ആ ഒരു ഏരിയക്ക് എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഹാബിറ്റാറ്റ്, ഓപ്ഷൻ ബി നിഷ്, ഓപ്ഷൻ സി എക്കോടോൺ, ഓപ്ഷൻ സി എക്കോടൈപ്പ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് രണ്ട് എക്കോസിസ്റ്റങ്ങൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയക്ക് പറയുന്ന പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വളരെ വേഗത്തിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി നമ്മൾ എന്താണ് പ്രീവിയസ് ഇയറിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ലെവൽസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലും എന്താണ് വരുന്നത്? ഇതുപോലെയുള്ള ഡെഫിനിഷൻസ് തന്നെയായിരിക്കും ചോദിക്കാറുള്ളത്. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് എക്കോടോൺ. എക്കോടോൺ ആണ് എന്ത്? ട്രാൻസിഷൻ ഏരിയ ബിറ്റ്വീൻ ടു ബയോംസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ രണ്ട് ബയോംസിന്റെ അല്ലെങ്കിൽ എന്താണ് രണ്ട് ഡിഫറെന്റ് പോപ്പുലേഷൻസിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻ ഏരിയ ആണ് എക്കോടോൺ എന്ന് പറയുന്നത്. ഓക്കെ, എക്കോടോൺ is the transition area between two biomes. It is where two communities meet and integrate. സോ എന്താണ് ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റീസ് മീറ്റ് ചെയ്യുകയും അവർ തമ്മിൽ ഒരു എന്താണ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, രണ്ട് ബയോംസിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻ ഏരിയ ആണ് എക്കോടോൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മേ ബി നാരോ ഓർ വൈഡ് ഓർ മേ ബി ലോക്കൽ ഓർ റീജിയണൽ. ഓക്കെ, അപ്പൊ അത് രണ്ട് ടൈപ്പിലായിട്ടുണ്ട്. നാരോ ആയിട്ടുള്ള ഒരു എക്കോടോൺ കാണും, അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള എക്കോടോൺ. ഏരിയ അനുസരിച്ച് നാരോ ഓർ വൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലോക്കൽ എക്കോടോൺ ഉണ്ടായിരിക്കും. എന്താണ്? ദ സോൺ ബിറ്റ്വീൻ എ ഫീൽഡ് ആൻഡ് എ ഫോറസ്റ്റ്. ഓക്കെ, അപ്പൊ ഫീൽഡിന്റെയും ഫോറസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ലോക്കൽ എക്കോടോണിന്. അതുപോലെ തന്നെ റീജിയണൽ ഉണ്ട്. റീജിയണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. അപ്പൊ ടു ഡിഫറെന്റ് എക്കോസിസ്റ്റത്തിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻ ഏരിയ, അതായത് ഒരു എക്കോസിസ്റ്റം ഫോറസ്റ്റ് ആണെങ്കിൽ മറ്റേത് ഗ്രാസ് ലാൻഡ് ആണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ട്രാൻസിഷൻ ഏരിയ ആണ് എക്കോ ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പിരമിഡ്സ് ഈസ് റൈറ്റ്? ഓക്കെ, ഇതിനകത്ത് ഏത് പിരമിഡ് ആണ്? അപ്പൊ നമുക്കറിയാം എക്കോളജിക്കൽ പിരമിഡ്സിനെ കുറിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പിരമിഡ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ പലതരത്തിലുള്ള പിരമിഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ ബേസിക്കലി എന്താണ് ഡിഫറെന്റ് ടൈപ്സിലെ പിരമിഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ അപ്രൈറ്റ് ആയിട്ട് ഓൾവേസ് അപ്രൈറ്റ് ആയിട്ട് കാണുന്ന പിരമിഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഓപ്ഷൻ സി ആണ്. പിരമിഡ് ഓഫ് എനർജി ആണ് എന്താ എപ്പോഴും നമുക്ക് അപ്രൈറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്?
അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ഒരു യൂണി ഡയറക്ഷനിലായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എപ്പോഴും ആ ഒരു പിരമിഡും നമ്മൾ എന്താണ് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതും എന്തായിട്ടേ കാണത്തുള്ളൂ, അപ്രൈറ്റ് ആയിട്ടേ കാണത്തുള്ളൂ. നമ്മൾ ഈ ഒരു എക്കോളജിക്കൽ റിലേഷൻഷിപ്സിനെയും എക്കോളജിക്കലി ഉള്ള അല്ലെങ്കിൽ എന്താണ് എക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിരമിഡ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഡിഫറെന്റ് ടോപ്പിക്സ് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടൈപ്സിലുള്ള പിരമിഡ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പിരമിഡ്സ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസും ഒക്കെ എന്താണ് ചില കേസസിൽ അത് അപ്രൈറ്റ് ആയിരിക്കാം, എന്നാൽ ചില കേസിൽ എന്തായിരിക്കും ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. ആ കാര്യം ഓർത്തിരിക്കുക. So correct answer option C ആണ്. Pyramid of energy is the only type of ecological pyramid which is always upright because the energy flow in a food chain is always unidirectional. Also, with every increasing trophic level, some energy is lost into the environment and never goes back into the sun. So എന്താണ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് യൂണിഡയറക്ഷണൽ ആണ്. അത് ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് എനർജി കൺസപ്ഷൻ അല്ലെങ്കിൽ എനർജി എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്തു പോകുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവിടെ എനർജി ലോസ്റ്റ് ആയെങ്കിൽ പോലും ഇത് തിരിച്ച് എവിടേക്ക് പോകുന്നില്ല, അൾട്ടിമേറ്റ് എനർജി സോഴ്സ് ആയിട്ടുള്ള സണ്ണിലേക്ക് തിരിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ബാക്ക് ടു ദി ട്രോപ്പിക് ലെവലും പോകുന്നില്ല. ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോപ്പിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അത് എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ആ ഒരു ബാക്ക് ടു ഫസ്റ്റ് ട്രോപ്പിക് ലെവലിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനർജിയുടെ അല്ലെങ്കിൽ എന്താണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഓൾവേസ് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദ പ്രോസസ് ഓഫ് സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സ്പീഷീസ് ഇൻ എ ന്യൂ ഏരിയ ഈസ് കോൾഡ്. സോ എന്താണ് ഒരു സ്പീഷീസിന്റെ ഒരു പുതിയ ഏരിയയിലേക്കുള്ള സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെന്റിന് എന്താണ് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ സിറ, ഓപ്ഷൻ ബി ക്ലൈമാക്സ്, ഓപ്ഷൻ സി ഇൻവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി എസിസിസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏത് പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ഒരു ഏരിയയിൽ ഒരു എന്താണ് ഒരു പുതിയൊരു ഏരിയയിൽ സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, എസിസിസ് ആണ്. ഓക്കെ, എസിസിസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതാണ് എന്ത് ഒരു പുതിയൊരു ഏരിയയിലേക്ക് ഒരു പുതിയൊരു സ്പീഷീസ് അവിടെ സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളൊരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എസിസസ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. Next is biodiversity hotspots are determined on the basis of. Okay, അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ കുറിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ എങ്ങനെയാണ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്ലേസ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നമ്പർ ഓഫ് എൻഡമിക് സ്പീഷീസ് ദേ contain and the degree of threat they face. Option B their nearness to national parks and biosphere reserves. Option C the country in which they belong. Option D the economic value of the region. So എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ദ എർത്ത് മോസ്റ്റ് ബയോളജിക്കലി റിച്ച് ഏരിയ ആണ്, അല്ലെങ്കിൽ എന്താണ് സ്പീഷീസ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള ബയോളജിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ അവിടെ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫ്ലോറ ആൻഡ് ഫോണ നമുക്ക് കാണാനായിട്ട് സാധിക്കും? ത്രെറ്റൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എൻഡമിക് സ്പീഷീസും ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻഡമിക് സ്പീഷീസ് ദേ കണ്ടൈൻ ആൻഡ് ദി ഡിഗ്രി ഓഫ് ത്രെറ്റ് ദേ ഫേസ്. സോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ബയോളജിക്കലി റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എൻഡമിക് സ്പീഷീസിനെ കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസുകളും അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളും അതിന്റെ ഇമ്പോർട്ടൻസും എത്ര ഹോട്ട്സ്പോട്ടുകളും ഉണ്ട് അതിന്റെ പേരുകളൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ തീരുമാനിക്കുന്ന ചില ഘടകങ്ങളാണ്. ഒന്ന് നമ്പർ ഓഫ് ടോട്ടൽ സ്പീഷീസ്, സ്പീഷീസ് റിച്ച്നെസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോഴേക്കും അത് നിർണ്ണയിക്കുന്ന ഒന്നാമത്തെ ഘടകം അവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ് ആണ്. സെക്കൻഡ് വൺ ആണ് എന്ത് നമ്പർ ഓഫ് യുണീക് സ്പീഷീസ്. ഓക്കെ, അപ്പൊ യുണീക് സ്പീഷീസ് അല്ലെങ്കിൽ എൻഡമിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ടു ഏരിയ. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയിൽ മാത്രം കാണാൻ പറ്റുന്ന ചില യുണീക്ക് ആയിട്ടുള്ള സ്പീഷീസ് ഹോട്ട്സ്പോട്ടിൽ ഉണ്ടായിരിക്കണം. അത് മറ്റൊരു ഘടകമാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ദ നമ്പർ ഓഫ് സ്പീഷീസ് അറ്റ് റിസ്ക്, ദാറ്റ് ഈസ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷനെ
കാരണമാകുന്ന അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആകാൻ പോകുന്ന ചില സ്പീഷീസുകൾ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 3 ഘടകങ്ങളാണ് എന്തായിട്ട് മാറുന്നത് അല്ലെങ്കിൽ എന്തിനാ കാരണമാകുന്നത് ഒരു ഹോട്ട്സ്പോട്ട് നമ്മൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ട് ഒരു പ്ലേസ് മാറാൻ കാരണമാകുന്ന 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ആണ് select the term which denotes the percentage of assimilated energy that is incorporated into new biomass. ഒരു ടേം ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് ടേം ആണ്? percentage of assimilated energy that is incorporated into new biomass. ഒരു ന്യൂ ബയോമാസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് അസിമിലേറ്റഡ് എനർജിക്ക് പറയുന്ന ആ ഒരു ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺസപ്ഷൻ എഫിഷ്യൻസി, ഓപ്ഷൻ ബി അസിമിലേഷൻ എഫിഷ്യൻസി, option C production efficiency, and the last option D is tropic efficiency. എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ എഫിഷ്യൻസി ആണ് എന്ത് ഒരു പുതിയൊരു ബയോമാസിലേക്ക് അസിമിലേറ്റ് ചെയ്യുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേര്. ദ പെർസെൻറ്റേജ് ഓഫ് അസിമിലേറ്റഡ് എനർജി ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എ ന്യൂ ബയോമാസ്, അതിന് പറയുന്ന ടേം ആണ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്നും അതിനെ പറയാറുണ്ട്. പ്രൊഡക്ഷൻ എഫിഷ്യൻസിയുടെ മറ്റൊരു പേരാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? NPP ഡിവൈഡഡ് ബൈ GPP, ദാറ്റ് ഈസ് എന്താണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ഷൻ. അപ്പൊ അങ്ങനെയാണ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നെറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം the term which denotes the percentage of assimilated energy that is incorporated into new biomass is called production efficiency. Next question. Which ecosystem possesses the mean lowest net primary productivity per unit area? ഏറ്റവും ലോ ആയിട്ടുള്ള നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നത് ഏത് എക്കോസിസ്റ്റം ആണ്? ഓക്കെ, അപ്പൊ 4 എക്കോസിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓപ്പൺ ഓഷ്യൻ, എ കോറൽ റീഫ്, എ എസ്റ്റുറി, ആൻഡ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ഫ്രഷ് വാട്ടർ ലേക്ക്. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഏത് എക്കോസിസ്റ്റം ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നത്? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നത് എന്താണ്? ഓപ്പൺ ഓഷ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആർ സിന്തസൈസ്ഡ് ബൈ ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് സിമ്പിൾ ഓർഗാനിക് മെറ്റീരിയൽസ്. അതായത് ഓട്ടോട്രോപ്സ് എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിക് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാകുന്ന കുറെ റീസൺസ് ഉണ്ട്. സോ എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഓർഗാനിക് സബ്സ്റ്റൻസ്. എന്താണ്? ഓട്ടോട്രോപ്സ് എന്തായിട്ട് മാറ്റുന്നു? സിമ്പിൾ ഓർഗാനിക് മെറ്റീരിയൽസ് അവിടെ എന്ത് ചെയ്യുന്നു? മേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഫോട്ടോ ഓട്ടോട്രോപ്സ്. അതായത് സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഓർഗാനിക് സബ്സ്റ്റൻസസ് മേക്ക് ചെയ്യുന്നവരാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? കീമോസിന്തറ്റിക് പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, ദാറ്റ് ഈസ് കീമോ ഓട്ടോട്രോപ്സ് വിച്ച് ഒബ്റ്റെയിൻ കെമിക്കൽ എനർജി ത്രൂ ഓക്സിഡേഷൻ. അപ്പൊ കെമിക്കൽ എനർജി യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ സൺലൈറ്റിന്റെ എനർജി അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ടും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസസ് മേക്ക് ചെയ്യുന്നതുണ്ട്. ആ ഒരു പ്രോസസ് ആണ് എന്താ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഓഷ്യൻ ആണ് ഏറ്റവും ലോ ആയിട്ടുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റി നടത്തുന്നത്. അത് എന്തുകൊണ്ടാണ്? ഓഷ്യൻ കണ്ടെയ്ൻ ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസ് ബട്ട് ദേ ഹാവ് നോ സഫിഷ്യന്റ് സൺലൈറ്റ് റീച്ചിങ് ഇൻ ദി deep areas. Therefore, oceans have the least productivity among all ecosystem. Okay, അപ്പം നമ്മൾ എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ ഏറ്റവും എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഓപ്പൺ ഓഷ്യനിലാണ്. അതുപോലെ തന്നെ ഡെസേർട്ടിലും എന്തായിരിക്കും പ്രൈമറി പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ താരതമ്യേന കോറൽ റീഫിലും എസ്റ്റുറിയിലും അതുപോലെ തന്നെ മാഷി ഹാബിറ്റാറ്റിലും ഒക്കെ എന്തായിരിക്കും? പ്രൈമറി പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ലേക്ക് അതുപോലെയൊക്കെയുള്ള ഏരിയാസിൽ എന്താണ് ഓപ്പൺ ഓഷ്യനേക്കാളും ഡെസേർട്ടിനേക്കാളും എന്തായിരിക്കും എപ്പോഴും പ്രൈമറി പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. നെക്സ്റ്റ്, ഡാർവിൻസ് ഐഡിയാസ് ഓൺ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ മൊഡ്യൂൾ 8 നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ വരുന്ന മൊഡ്യൂൾ 8 എവല്യൂഷൻ പഠിക്കാനുള്ളത്. അതിൽ ഡിഫറെന്റ് എവല്യൂഷണറി തിയറീസും എവല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഡാർവിൻസ് ഐഡിയാസ് ഓൺ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്
ഏതൊക്കെ സയന്റിസ്റ്റുകളുടെ ബേസിസിലാണ് അല്ലെങ്കിൽ ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡീസ് ആരുടെയൊക്കെ ആയിരുന്നു? ഓപ്ഷൻ എ മെസൽസൺ ആൻഡ് സ്റ്റാൾ, ഓപ്ഷൻ ബി വാട്സൺ ആൻഡ് ക്രീക്ക്, ഓപ്ഷൻ സി ലൈൽ ആൻഡ് മാൽത്തസ് ആൻഡ് ഓപ്ഷൻ ഡി മില്ലർ ആൻഡ് യൂറേ. ആരുടെയൊക്കെ സ്റ്റഡീസ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ വരുന്നത് ആരുടെയാണ്? ഓപ്ഷൻ സി ലൈൽ ആൻഡ് മാൽത്തസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അവരുടെ രണ്ടുപേരുടെയും സ്റ്റഡീസ് ആണ് എന്ത് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകങ്ങൾ. ഓക്കെ, അപ്പം ലൈലിന്റെ ചില സ്റ്റഡീസിൽ നിന്നും എന്താണ് പർട്ടിക്കുലർ ആയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ച് എന്താണ് ഒരു ഓർഗാനിസം ഇവോൾവ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എന്താണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത് മാൽത്തൂസിന്റെ സ്റ്റഡിയിൽ നിന്നുമാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ 3 പേഴ്സൺസ് ആണ് ഡാർവിൻസിന്റെ ഐഡിയാസിനെ എന്ത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേരാണ് ലൈൽ ആൻഡ് മാൽത്തൂസ്. അതുപോലെ തന്നെ ലാമാർക്കിന്റെ ചില തിയറീസും എന്ത് ചെയ്തിട്ടുണ്ട് ഡാർവിൻസിന്റെ പുതിയൊരു ഐഡിയയിലേക്ക് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, large ecosystem having distinct type of vegetation and wildlife is known as. വളരെ വേഗത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്താണ് large ecosystem having distinct type of vegetation and wildlife is known as? ഓപ്ഷൻ എ biogeographical region, option B biome and option C biogeographic provenance and option D biosphere reserve. ഇതിൽ ഏതായിരിക്കും ഏറ്റവും ലാർജ് ആയിട്ടുള്ള എക്കോസിസ്റ്റം that having distinct type of vegetation and wildlife? ഓക്കെ, ഏതായിരിക്കും? ഓപ്ഷൻ ബി ബയോം ആണ് ഏറ്റവും ലാർജ് എക്കോസിസ്റ്റം ആൻഡ് ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ കണ്ടൈൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ് ബേസിസ് ഓഫ് സ്പീസിയേഷൻ. ഓക്കെ, എന്താണ് സ്പീസിയേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്? മ്യൂട്ടേഷൻ ആണോ? ഓപ്ഷൻ ബി ജനറ്റിക് വേരിയേഷൻ ആണോ? ഓപ്ഷൻ സി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണോ? ലാസ്റ്റ് ഓപ്ഷൻ ഡി എൻവയോൺമെന്റൽ സ്ട്രെസ് ആണോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്? The process of development of a new species by evolution or by any genetic modification of the existing species in a population is called as speciation. So എന്താണ് പുതിയതായിട്ടൊരു സ്പീഷീസ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ് ആണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. The process of development of a new species by evolution. എന്താണ് അതുപോലെ തന്നെ എന്താണ് ജനറ്റിക് മോഡിഫിക്കേഷനും അവിടെ വരുന്നുണ്ട്. അപ്പൊ പുതിയതായിട്ടൊരു സ്പീഷീസ് അവിടെ ഉണ്ടാവുന്നു എവല്യൂഷന്റെ ഭാഗമായിട്ട്. എന്താണ് ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെ. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ജനറ്റിക് വേരിയേഷൻ. അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് സ്പീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക് വേരിയേഷൻ ആണ്. എന്നാൽ ചില ഫാക്ടേഴ്സ് ഉണ്ട് സ്പീസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പീസിയേഷന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു സ്പീസിയേഷൻ ഇൻക്ലൂഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ആൻഡ് മ്യൂട്ടേഷൻ. സോ ഫാക്ടേഴ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനറ്റിക് ഡ്രിഫ്റ്റ് വരുന്നുണ്ട്, നാച്ചുറൽ സെലക്ഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ വരുന്നുണ്ട്, മ്യൂട്ടേഷനും വരുന്നുണ്ട്. സോ അതാണ് ഫാക്ടേഴ്സ്. ബട്ട് ബേസിസ് ഓഫ് സ്പീസിയേഷൻ എന്ന് പറയുന്നത് ജനറ്റിക് വേരിയേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബയോം വിത്ത് ട്രീലെസ് പ്ലെയിൻ വിത്ത് ലോങ് വിന്റേഴ്സ് ആൻഡ് ലിറ്റിൽ ഡേ ലൈറ്റ്. അപ്പൊ എന്താണ് ഒരു ബയോമിന്റെ എക്സാമ്പിൾ ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് ബയോമാണ് ട്രീലെസ് പ്ലെയിൻ ആയിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ലോങ് വിന്റേഴ്സ് ആൻഡ് ലിറ്റിൽ ഡേ ഉള്ള ബയോം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സാവന്ന, ഓപ്ഷൻ ബി തുൻഡ്ര, ഓപ്ഷൻ സി ടൈഗ ആൻഡ് ഓപ്ഷൻ ഡി ചാപ്രാൾ. ഇതിനകത്ത് ഏതാണ് എന്ത് ട്രീലെസ് പ്ലെയിൻ വിത്ത് ലോങ് വിന്റേഴ്സ് ആൻഡ് ലിറ്റിൽ ഡേ ലൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് തുൻഡ്രയാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ട്രീലെസ് പ്ലെയിൻ വിത്ത് ലോങ് വിന്റേഴ്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് തന്നെ ആ വേർഡ് മീനിങ് തന്നെ എന്താണ്? ട്രീലെസ് പ്ലെയിൻ എന്നാണ് തുൻഡ്ര എന്നുള്ള വേർഡിന്റെ മീനിങ് തന്നെ. ഇനി സാവന്ന എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാവന്ന ഈസ് എ ട്രാൻസിഷണൽ ബയോം, നോട്ട് റിയലി എ ഫോറസ്റ്റ് ആൻഡ് നോട്ട് റിയലി എ ഡെസേർട്ട്. സോ ഒരു ട്രാൻസിഷണൽ ബയോം ആണ് എന്ത് സാവന്ന എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ ട്രാൻസിഷൻ, ഏതിന്റെയൊക്കെ ഇടയിലാണ് ആ ട്രാൻസിഷൻ ഏരിയ വരുന്നത്? ഫോറസ്റ്റിന്റെയും ഡെസേർട്ടിന്റെയും. ഫോറസ്റ്റിന്റെയും ഡെസേർട്ടിന്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ റീജിയൻ ആണ് സാവന്ന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരിക്കും? പലതരത്തിലുള്ള ക്ലൈമറ്റ് കാണിക്കാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. ഇനി ടൈഗ ആണെങ്കിലോ അവിടെ കോൾഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ കോണിഫറസ് ആയിട്ടുള്ള എവർഗ്രീൻ ട്രീസ് ആയിരിക്കും ടൈഗയിൽ കൂടുതൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീ
ട്രീലെസ് പ്ലെയിൻ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അവിടെ കോൾഡസ്റ്റ് ആണ്, ബട്ട് എന്താണ് കോണിഫറസ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും അവിടെ കാണുന്നത്. ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ചാപ്രാൽ എന്ന് പറയുന്നത് എന്താണ്? ചാപ്രാൽ ഈസ് എ കോസ്റ്റൽ ബയോം. കോസ്റ്റൽ ബയോം ആണ് വിത്ത് ഹോട്ട് ഡ്രൈ സമ്മർ ആൻഡ് മൈൽഡ് റെയിനി വിന്റർ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ സമ്മർ ഉള്ള ഒരു ബയോം ഏരിയ ആണ് ചാപ്രാൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ വരുന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസർ തുന്ദ്രയാണ്. ബയോം വിത്ത് ട്രീലെസ് പ്ലെയിൻ വിത്ത് ലോങ് വിന്റേഴ്സ് ആൻഡ് എ ലിറ്റിൽ ഡേ ലൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്, the 1987 Montreal Protocol was signed for which of the following reason? Okay, അതിന്റെ റീസൺസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, ടു ബാൻ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഇൻ ട്രോപ്പിക്കൽ ഓഷ്യൻസ്. ഓപ്ഷൻ ബി, ടു സ്റ്റോപ്പ് ദി ഗ്ലോബൽ ട്രേഡ് ഇൻ പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം endangered tigers. ഓപ്ഷൻ സി, ടു ബിഗിൻ converting from fossil fuel use to more renewable energy sources to reduce the anthropogenic greenhouse effect. Last, option D, to phase out the use of CFCs found to be causing depletion of the ozone layer. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് റീസണിന് വേണ്ടിയിട്ടായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ദ മോൺട്രിയൽ പ്രോട്ടോകോൾ ഫൈനലൈസ്ഡ് ഇൻ 1987 is a global agreement to protect the stratospheric ozone layer by phasing out the production of consumption of ozone depleting substance. So ozone layer ne protect ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ODS എന്താണ് കൺസപ്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ എന്താണ് ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പ്രോട്ടോകോൾ ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ബാക്കി എല്ലാം തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ടു ഫേസ് ഔട്ട് ദി യൂസ് ഓഫ് CFCs ഫൗണ്ട് ടു ബി കോസിംഗ് ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ. അതാണ് റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ലിവിംഗ് മാറ്റർ പ്രസന്റ് ഇൻ ആൻ എക്കോസിസ്റ്റം അറ്റ് എ ഗിവൺ ടൈം ഈസ് കോൾഡ് ആസ്. ഓക്കെ, എന്താണ്? ദ എമൗണ്ട് ഓഫ് ലിവിംഗ് മാറ്റർ ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ലിവിംഗ് മാറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്കോസിസ്റ്റത്തിലുള്ള ഒരു ഗിവൺ ടൈമിലുള്ള എക്കോസിസ്റ്റത്തിൽ ലിവിംഗ് മാറ്ററിനെ, ആ എമൗണ്ടിനെ എന്താണ് പറയുന്നത്? എമൗണ്ട് ഓഫ് ലിവിംഗ് മാറ്റർ പ്രസന്റ് ഇൻ ആൻ എക്കോസിസ്റ്റം അറ്റ് എ ഗിവൺ ടൈം ഈസ് കോൾഡ് ആസ്. ഓപ്ഷൻ എ ബയോമാസ്, ഓപ്ഷൻ ബി പ്രൊഡക്ടിവിറ്റി, ഓപ്ഷൻ ബി സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ലിവിംഗ് മാറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഇനോർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ ആൻ എക്കോസിസ്റ്റം അറ്റ് എ ഗിവൺ ടൈം. ഓക്കെ, അപ്പൊ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനോർഗാനിക് മാറ്റർ ആണ്. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനോർഗാനിക് മാറ്ററിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനോർഗാനിക് മാറ്റർ ആണ് സ്റ്റാൻഡിംഗ് സ്റ്റേറ്റിൽ വരുന്നത്. എന്നാൽ സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നതാണ് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ലിവിംഗ് മാറ്റർ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ലിവിംഗ് മാറ്ററിന്റെ എമൗണ്ട് ആണ് എന്ത്? സ്റ്റാൻഡിംഗ് ക്രോപ്പ്. ഇനോർഗാനിക് മാറ്ററിന്റെ എമൗണ്ട് ആണ് അല്ലെങ്കിൽ എന്താണ് എമൗണ്ട് ആണ് എന്താ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, while biomass represent a standing crop that is fresh and dry weight in an ecosystem at a given time. Okay, last, productivity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the rate of production of biomass by an individual. Overall biomassന്റെ പ്രൊഡക്ഷൻ ആണ് productivity എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ഓപ്ഷൻസും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഏതാണ്? സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആണ്. അതാണ് ഫ്രഷ് ആൻഡ് ഡ്രൈ വെയിറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ബയോമാസിലെ. ഓക്കെ, next question. Two opposite forces operate in the growth and development of every population. One of them is related to the ability to produce at a given rate. The force opposite to is called. Option A, biotic control. Option B, migration. Option C, environmental resistance. And last, option D, mortality. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
two opposite forces that operate in a growth and development of every population. എന്താണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഒരു പോപ്പുലേഷന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താണ്, ബർത്ത് റേറ്റിനെ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അനദർ ഫോഴ്സിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് മോർട്ടാലിറ്റി. അപ്പൊ എന്താണ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് അസ് എ ഗിവൻ ടൈം എന്ന് പറയുന്ന ഗിവൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നേറ്റാലിറ്റി ആണ്. സോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഫോഴ്സ് ആണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ദ മേജർ റീസൺ ഫോർ വേൾഡ് വൈഡ് ലോസ് ഓഫ് സ്പീഷീസ് ഫ്രം ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഈസ്. സോ എന്താണ് സ്പീഷീസിന്റെ ലോസിന് കാരണമാകുന്ന റീസൺ, ഏറ്റവും മേജർ റീസൺസ്, ഇപ്പൊ റീസെന്റ് ഉള്ള ഏറ്റവും മേജർ റീസൺസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ഓപ്ഷൻ ബി ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ, ഓപ്ഷൻ സി റാൻഡം മേറ്റിംഗ് ആൻഡ് ലാസ്റ്റ് വൈറൽ ഔട്ട്ബ്രേക്സ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഓപ്ഷൻ എ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ലോസ് ഓഫ് സ്പീഷീസിന് കാരണമാകുന്നത് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. Next, the terminology employed to denote species is restricted to a specific area is known as. വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ. ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം കാണാൻ പറ്റുന്ന സ്പീഷീസിനെ അല്ലെങ്കിൽ എന്താണ്, സ്പീഷീസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ സ്പെസിഫിക് ഏരിയ ഈസ് നോൺ ആസ്. ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് മാത്രം കാണാൻ പറ്റുന്ന സ്പീഷീസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സിബ്ലിംഗ് സ്പീഷീസ് എന്നാണോ, അലോപാറ്റിക് സ്പീഷീസ് എന്നാണോ, സിംപാറ്റിക് സ്പീഷീസ് എന്നാണോ, എൻഡമിക് സ്പീഷീസ് എന്നാണോ? എൻഡമിക് സ്പീഷീസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ എൻഡമിക് സ്പീഷീസ് ആർ ദ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ റീജിയൻ ആൻഡ് നൗവെയർ എൽസ് ഇൻ ദി വേൾഡ്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രം കാണുന്ന സ്പീഷീസ് ആണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. സിബ്ലിംഗ് സ്പീഷീസ് എന്താണ്, വൺ ഓഫ് ടു or more species that closely resemble one another but whose members cannot interbreed successfully. അപ്പൊ സിബ്ലിംഗ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന സ്പീഷീസുകളാണ്. ബട്ട് എന്താണ് അവിടുത്തെ പ്രത്യേകത, അവർക്ക് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ അലോപാറ്റിക് സ്പീഷീസും ഉണ്ട്, അതുപോലെ തന്നെ സിംപാട്രിക് സ്പീഷീസും ഉണ്ട്. സ്പീസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, പുതിയ ഒരു സ്പീഷീസ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ പുതിയതായിട്ട് ഒരു സ്പീഷീസ് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് സ്പീസിയേഷൻ. ആ ഒരു പ്രോസസ്സാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സിലുള്ള സ്പീസിയേഷൻ നമുക്ക് പഠിക്കാറുണ്ട്, ലൈക്ക് ആലോപാട്രിക് സ്പീസിയേഷൻ, സിംപാട്രിക് സ്പീസിയേഷൻ, അതുപോലെ തന്നെ പെരിപാട്രിക്, അതുപോലെ തന്നെ എന്താണ് പാരാപാട്രിക്. ഇങ്ങനെ 4 ടൈപ്പിലുള്ള സ്പീസിയേഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടോ അല്ലെ. ഇതിൽ ആലോപാട്രിക് സ്പീസിയേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ഉണ്ടാവുകയാണ്. ഒരു കോമൺ ജോഗ്രഫിക്കൽ ഏരിയ, ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ബാരിയർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയാസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ, 2 ഏരിയാസിന്റെയും ഇടയിൽ അല്ലെങ്കിൽ 2 പോപ്പുലേഷന്റെയും ഇടയിൽ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ഫോം ചെയ്യുകയാണ് ഡ്യൂ ടു എ ജോഗ്രഫിക്കൽ ബാരിയർ. അപ്പൊ ഇങ്ങനെ തന്നെ ഇത് ഡിഫറെന്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്താണ്, ആദ്യം ഇത് സെയിം ആൻസിസ്റ്ററിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ എന്താണ് സെയിം കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ പോപ്പുലേഷൻ ആണെങ്കിൽ കൂടിയും ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് വന്ന് ഡിഫറെന്റ് ആയി കഴിയുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാകുന്ന സ്പീഷീസിന് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർബ്രീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഫോം ആകുന്നു. ഓക്കെ, അപ്പൊ ആലോപാറ്റിക് സ്പീഷീസിൽ എന്താണ്, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഫോം ആകുന്നു. പക്ഷെ എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിംപാട്രിക് സ്പീഷീസിൽ. അവിടെ എന്താണ്, ഒരു ജോഗ്രഫിക്കൽ ബാരിയറോ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷനോ സംഭവിക്കുന്നില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്, ചില എക്കോളജിക്കൽ ഐസൊലേഷൻ അല്ലെങ്കിൽ എന്താണ് അവയുടെ ക്യാരക്ടേഴ്സ് തന്നെ, ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സിൽ തന്നെ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള സ്പീഷീസുകൾക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റർബ്രീഡ് ചെയ്യാനും പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാനായിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന സ്പീഷീസുകളാണ് അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്ന സ്പീസിയേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്പീഷീസുകളാണ് സിംപാട്രിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് തന്നെ വേറെ 2 എണ്ണം ഉണ്ട്. വേറെ 2 ടൈപ്പ് സ്പീസിയേഷൻസ് ആണ്, പെരിപാട്രിക്കും അതുപോലെ തന്നെ പാരാപാട്രിക്കും എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്, എൻഡമിക് സ്പീഷീസ് ആണ്. സോ ദേ ആർ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ്, the sum total of an organism's interaction with the biotic and abiotic resources of its environment is called its
Option A, habitat. Option B, logistic growth. Option C, ecological niche. And option D, microclimate. ഏതായിരിക്കും? The sum total of an organism's interactions with the biotic and abiotic resources of its environment is called. വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, എക്കോളജിക്കൽ നിഷ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. സോ ദ സം ടോട്ടൽ ഓഫ് എ സ്പീഷീസ് യൂസ് ഓഫ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് റിസോഴ്സസ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ് ഈസ് കോൾഡ് എക്കോളജിക്കൽ നിഷ്. എന്താണ്? ഒരു സ്പീഷീസ് യൂസ് ചെയ്യുന്നതിന്റെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് റിസോഴ്സിന്റെ സം ടോട്ടൽ എന്ന് പറയുന്നതാണ് എന്ത്? എക്കോളജിക്കൽ നിഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യൻ. Enrichment of water bodies by nutrient that causes great damage to the ecosystem. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ, ഫോട്ടോപീരിയോഡിസം. ഓപ്ഷൻ ബി, യൂട്രോഫിക്കേഷൻ. ഓപ്ഷൻ സി, ഗ്രീൻ ഹൗസ് എഫക്ട്. ആൻഡ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. ഏതായിരിക്കും? യൂട്രോഫിക്കേഷൻ ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡീസ് ബൈ ന്യൂട്രിയൻസ് ദാറ്റ് കോസ് ഗ്രേറ്റ് ഡാമേജ് ടു ദി എക്കോസിസ്റ്റം. അപ്പൊ എന്താണ് അവിടെ? എൻറിച്ച്മെന്റ് ഓഫ് ന്യൂട്രിയൻസ് കൊണ്ടുള്ള എൻറിച്ച്മെന്റ് ആണ് വാട്ടർ ബോഡീസിന് മെയിൻ ആയിട്ട് നടക്കുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ന്യൂട്രിയൻസിന്റെ എന്ത് ചെയ്യുന്നു? എൻറിച്ച്മെന്റ് ഉണ്ടാവുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു? എക്കോസിസ്റ്റത്തിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുറെ അധികം കാര്യങ്ങൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നുണ്ട്? യൂട്രോഫിക്കേഷനുമായിട്ട് വരുന്നുണ്ട്. ലൈക്ക് ആൽഗൽ ബ്ലൂം ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അല്ലെ? ഇനി നെക്സ്റ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ത്രെറ്റൻഡ് സ്പീഷീസ് ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്? ഓക്കെ, ത്രെറ്റൻഡ് സ്പീഷീസും എൻഡേഞ്ചേർഡ് സ്പീഷീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, എ ത്രെറ്റൻഡ് സ്പീഷീസ് മീൻസ് ദാറ്റ് ദി പോപ്പുലേഷൻ ഈസ് ലൈക്ലി ടു ബിക്കം എൻഡേഞ്ചേർഡ്. An endangered species has population numbers too low that is likely to become extinct. Option B, a threatened species is already extinct. An endangered species means that the population numbers have increased greatly over the last 5 years. And option C, a threatened species means that the population is likely to become endangered. An endangered species is already extinct. Option D, a threatened species is an endangered species are the same thing. Okay. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, എ ത്രെറ്റൻഡ് സ്പീഷീസ് മീൻസ് ദാറ്റ് ദി പോപ്പുലേഷൻ ഈസ് ലൈക്ലി ടു ബിക്കം എൻഡേഞ്ചേർഡ്. അപ്പൊ എന്താണ് ത്രെറ്റൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ പോപ്പുലേഷൻ ദാറ്റ് ഈസ് ലൈക്ലി ടു ബിക്കം എൻഡേഞ്ചേർഡ്. എൻഡേഞ്ചേർഡ് ആവാൻ ചാൻസ് ഉള്ള സ്പീഷീസുകളാണ് നമ്മൾ ത്രെറ്റൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്താണ്? എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ ചാൻസസ് ഉള്ള സ്പീഷീസുകളാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഹാസ് പോപ്പുലേഷൻ നമ്പേഴ്സ് ടു ലോ and that is likely to be extinct. അതായത് എന്താണ്? സ്പീഷീസുകളുടെ നമ്പർ കുറവായിരിക്കും, അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ള സ്പീഷീസ് ആയിരിക്കും എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഷീസ് ഓക്യുപ്പൈങ് ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയാസ് ആർ ടേംഡ് as. ഓക്കെ, ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന സ്പീഷീസുകളെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്പീസിയേഷനിലാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? Sympatric, allopatric, both A and B, and last option none of the above. ഏതായിരിക്കും? ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിൽ കാണുന്ന സ്പീഷീസ് ആലോപാട്രിക്കിലായിരിക്കും അല്ലെ? ആലോപാട്രിക് സ്പീഷീസിന്റെ ഭാഗമായിട്ടാണ് ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് സ്പീഷീസ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ എന്താണ്? ജോഗ്രഫിക്കൽ ഐസൊലേഷൻ, അതിന്റെ ഭാഗമായിട്ട് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷനും ഉണ്ടാവുന്നു. ഓക്കെ, so allopathic species are related to groups of similar organisms that could interbreed but do not reproduce because they are geographically separated. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിംപാട്രിക് സ്പീഷീസ് എന്ന് പറയുന്നത്, which are close proximity and theoretically capable of interbreeding but do not interbreed because of the difference in ബിഹേവിയർ. അപ്പൊ സിംപാട്രിക് അല്ലെങ്കിൽ എന്താണ്? സിംപാട്രിക് സ്പീസിയേഷൻ വരുന്ന സമയത്ത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഓർഗാനിസംസ് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവയുടെ ബിഹേവിയറിസം അല്ലെങ്കിൽ എന്താണ്? ജനറ്റിക്കലി അവർക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർബ്രീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷെ ആലോപാറ്റിക് സ്പീഷീസ് വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ വരുന്നത്? അവിടെ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ വന്നിട്ട് ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് വരുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റുന്നില്ല? ഓർഗാനിസത്തിന് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. Next question,
വാട്ട് ആർ ദി എക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് യൂട്രോഫിക്കേഷൻ? നമ്മൾ ഓൾറെഡി യൂട്രോഫിക്കേഷനും പറഞ്ഞതാണ്. അതിൽ ഓപ്ഷൻ എ ഡിക്രീസ്ഡ് ബയോഡൈവേഴ്സിറ്റി, ഓക്സിജൻ ഡെഫിഷ്യൻസി, ആൽഗൽ ബൂംസ്, ഓൾ ദി എബവ്. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? യൂട്രോഫിക്കേഷന്റെ ഭാഗമായിട്ട് ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഡിക്രീസ്ഡ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട്, ആൽഗൽ ബ്ലൂംസും ഒക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? യൂട്രോഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് എന്താണ്? വാട്ടർ കറൻസിൽ അല്ലെങ്കിൽ എന്താണ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ ന്യൂട്രിയൻസ് റിച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ആൽഗൽ ബ്ലൂമും ഓക്സിജൻ ഡെഫിഷ്യൻസിയും ഡിക്രീസ്ഡ് ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കേസാണ് എന്ത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. Next, eutrophication is the process by which an entire body of water or parts of it becomes progressively enriched with minerals and nutrients, particularly nitrogen and phosphorus. It has also been defined as nutrient-induced increase in the phytoplankton productivity. Okay, അപ്പോൾ എന്താണ് യൂട്രോഫിക്കേഷൻ എന്നത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ആൽഗൽ ബ്ലൂമും ഓക്സിജൻ ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ എന്താണ് ബയോഡൈവേഴ്സിറ്റി ലോസും ഒക്കെ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ആണ് എ ഗ്രൂപ്പ് ഓഫ് വൺ ഓർ മോർ സ്പീഷീസ് derived from a sequential development pattern which involves continual and uniform changes from the extinct and ancestral form on an evolutionary scale. Option A, Perino-species, option B, Chrono-species, option C, Eco-species and Evo-species. Okay, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിഫറെന്റ് സ്പീഷീസുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് സ്പീഷീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? A group of one or more species derived from a sequential development pattern which involves continual and uniform changes from extinct ancestral form of an evolutionary scale. Okay, അപ്പോൾ extinct ആയിട്ടുള്ള ഒരു ancestral ഫോമിൽ നിന്നും continual and uniform changes സംഭവിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന സ്പീഷീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ക്രോണോ സ്പീഷീസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്രോണോ സ്പീഷീസ് ഇസ് എ സ്പീഷീസ് derived from a sequential development pattern that involves continual and uniform changes from an extinct ancestral form on an evolutionary scale. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ക്രോണോ സ്പീഷീസ്. നെക്സ്റ്റ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സക്സഷൻ ബിഗിനിങ് വിത്ത് സാൻഡ് ഈസ് കോൾഡ്. ലിത്തോസിയർ എന്നാണോ, സാനോസിയർ എന്നാണോ, സാമോസിയർ എന്നാണോ, ഹൈഡ്രോസിയർ എന്നാണോ? ഏതായിരിക്കും? സക്സഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ടോപ്പിക് ആണ്. ഓക്കെ, നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു മെയിൻ ടോപ്പിക് ആണ് സക്സഷൻ. അതിലെ സ്റ്റേജസ്, അതുപോലെ തന്നെ എന്താണ് ഓരോ സക്സഷൻ ബിഗിൻ ചെയ്യുന്ന ഏരിയയ്ക്ക് എന്തൊക്കെയാണ് പറയുന്നത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് പേരുകൾ പഠിക്കാനുണ്ട് അല്ലേ? ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടുത്തെ ഓപ്ഷൻ സി ആണ്, സാമോസിയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം എന്താണ് സക്സഷൻ ബിഗിനിങ് വിത്ത് സാൻഡ് ഈസ് കോൾഡ് സാമോസിയർ. അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രോസിയറിലാണെങ്കിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റിലോ അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹൈഡ്രോസിയർ എന്ന് പറയുന്നത്. അതുപോലെ ലിത്തോസിയർ റോക്ക് സർഫസിൽ, ഓക്കെ, റോക്ക് സർഫസിൽ പുതിയതായിട്ട് സക്സഷൻ, പ്ലാന്റ് സക്സഷൻ ദാറ്റ് ബിഗിൻസ് ലൈഫ് ഓൺ എ ന്യൂലി എക്സ്പോസ്ഡ് റോക്ക് സർഫസ് ഈസ് നോൺ ആസ് ലിത്തോസിയർ എന്ന് നമ്മൾ പറയാനായിട്ട് സാധിക്കും. മോസ്റ്റ് കോമൺ സാമോസിയർ ആസ് സാൻഡി ഡ്യൂൺ സിസ്റ്റം. ഓക്കെ, സാൻഡ് ഡ്യൂൺ സിസ്റ്റം ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സാമോസിയർ എന്ന് പറയുന്നത്. Next question, relative contribution of various greenhouse gases to total global warming in ascending order. Okay, അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അസെൻഡിങ് ഓർഡറിലുള്ള ഒരു സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട്, ദാറ്റ് ഈസ് CO2, മീഥൈൻ, CFC ആൻഡ് NO2. ആ ഒരു ഓർഡർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റും എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് ട്രിഗേർഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദ most potent GHG, that is greenhouse gases, among the following is carbon dioxide, methane, water vapor and option D ozone. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്നത്? ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള GHG, that is water vapor. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, the Siberian crane, an endangered migratory bird, is a regular visitor of which of the following national park bird sanctuaries? Okay, അപ്പം സൈബീരിയൻ ക്രെയിൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ എന്താണ് റെഗുലർ വിസിറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നാഷണൽ പാർക്കുകളും ബേർഡ് സാഞ്ചുറീസും ഒക്കെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ സൈബീരിയൻ ക്രെയിന് വരുന്ന ഒരു നാഷണൽ പാർക്കാണ് ഏത്? കിയലാദോ നാഷണൽ പാർക്ക്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ കിയലാദോ നാഷണൽ പാർക്ക്, previously known as Bharatpur National Park, is located in district Bharatpur of Rajasthan. Every year Siberian cranes are regular visitors of this
പാർക്ക്. ഓക്കെ, അപ്പം കെലാദോ നാഷണൽ പാർക്കിലാണ് സൈബീരിയൻ ക്രെയിൻ എവരി ഇയറിൽ എന്ത് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യുന്നത്. അതിന്റെ മറ്റു പേരായിരുന്നു, ഒരു പഴയ പേരായിരുന്നു ഭാരത്പൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sequential and orderly predictable change in the species composition of a given area is known as ecological succession, ecological niche, ecological stabilization and ecological equivalence. ഒക്കെ എന്താണ്? Sequential and orderly predictable change in the species composition of a given area. ഒരു given ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പീസീസ് കമ്പോസിഷനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആൻഡ് ഓർഡർലി പ്രെഡിക്റ്റബിൾ ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന വേർഡ് എന്താണ്? എന്താണ് ആ ഒരു ഏരിയ ഇതിന് പറയുന്നത്, ചേഞ്ചിന് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദാറ്റ് ഇസ് എ ഗ്രാജുവൽ ആൻഡ് ഫെയർലി പ്രെഡിക്റ്റബിൾ ചേഞ്ച് ഇൻ എ സ്പീഷീസ് കമ്പോസിഷൻ ഓഫ് എ ഗിവൺ ഏരിയ ഈസ് കോൾഡ് എക്കോളജിക്കൽ സക്സഷൻ. സോ എന്താണ്? പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചിന് പറയുന്ന, ഒരു സ്പീഷീസിന്റെ കമ്പോസിഷനിലുള്ള പ്രെഡിക്റ്റബിൾ ചേഞ്ചിനെ, ഗ്രാജുവൽ ആൻഡ് പ്രെഡിക്റ്റബിൾ ചേഞ്ചിനെയാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. Next, marine park preserve is a specific habitat and ensure the ecosystem is sustained for the organisms that exist there. Name the first national marine park. Okay, വീണ്ടും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ജനറൽ നോളജ് പോലെ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നാഷണൽ മറൈൻ പാർക്കിന്റെ പേര് എന്താണെന്ന്. ഓക്കെ, എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യസ് ഫസ്റ്റ് മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്ക് were created in the Gulf of Kutch in 1980 and 1982 respectively. ഓക്കെ, അപ്പൊ എന്താണ്? ഗൾഫ് ഓഫ് കച്ച് ആണ് ആദ്യമായിട്ട് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഫസ്റ്റ് മറൈൻ വൈൽഡ് ലൈഫ് എന്ന് പറയും. നെക്സ്റ്റ്, വാഷിംഗ്ടൺ കൺവെൻഷൻ ഈസ് റിലേറ്റഡ് വിത്ത്. വാഷിംഗ്ടൺ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ എൻവയോൺമെന്റ്, ഓപ്ഷൻ ബി സൈറ്റ്സ്, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്റർനാഷണൽ, ഓപ്ഷൻ ഡി ആൻഡ് എന്താ ഹോട്ട്സ്പോട്ട്. എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? വാഷിംഗ്ടൺ കൺവെൻഷനെ ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സൈറ്റ്സുമായിട്ടാണ്. ഓക്കെ, അപ്പൊ സൈറ്റ്സുമായിട്ടാണ്. സൈറ്റ്സ് റെഫേഴ്സ് ടു ദി കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ദി വാഷിംഗ്ടൺ കൺവെൻഷൻ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് സൈറ്റ്. ഇതെന്തിനാണ് ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാഷിംഗ്ടൺ കൺവെൻഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, മോസ്റ്റ് ഡേഞ്ചറസ് മെറ്റൽ പൊല്യൂട്ടൻ ഇൻ ഓട്ടോമൊബൈൽ എമിഷൻ. ഓട്ടോമൊബൈൽ എമിഷനിലുള്ള മോസ്റ്റ് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂട്ടന്റ് ഏതാണ്? ഡിഫറെന്റ് പൊല്യൂട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഓട്ടോമൊബൈൽ എമിഷനിൽ തന്നെ. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റൽ പൊല്യൂട്ടന്റിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ലെഡ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റൽ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ മോഡ് ഓഫ് എനർജി ഫ്ലോ ഇൻ എ എക്കോസിസ്റ്റം ഈസ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, ആദ്യത്തെ 1-2 ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. എന്താ എനർജി ഫ്ലോ എന്ന് പറയുന്ന, എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? യൂണി ഡയറക്ഷനിലായിരിക്കും അല്ലെ, ഒരേ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് നെക്സ്റ്റ് ട്രോപ്പിക് ലെവലിലേക്ക് ഒരു എന്താണ് ഒരു തിരിച്ചു വരവ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ സണ്ണിലേക്ക് നഷ്ടമായി പോകുന്ന എനർജി വീണ്ടും തിരിച്ച് സണ്ണിലേക്ക് പോകുന്നില്ല. യൂണി ഡയറക്ഷനിലായിരിക്കും എപ്പോഴും എന്താ എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ഫ്രം ദി ഫോളോയിങ്. ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ODS കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും എന്താണ്? വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓപ്ഷൻ സി ആണ് എന്ത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഒരു ബുക്ക്, നമ്മൾ എക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ്, അതിന്റെ ഓതേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് സെറ്റിന് ചോദിച്ചു കാണാറുണ്ട്. ഓതർ ഓഫ് എക്കോളജി, കമ്മ്യൂണിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഓപ്ഷൻ എ ആൽഡോ ലിയോപ്ലോഡ്, ഓപ്ഷൻ ബി റേച്ചൽ കാൾസൺ, ഓപ്ഷൻ സി ജെയിംസ് ലവ്ലോക്ക് ആൻഡ് ഓപ്ഷൻ ഡി ആർനെ നെയ്സ്. ഇതിൽ ആരാണ് ഓതർ ഓഫ് എക്കോളജി, കമ്മ്യൂണിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ? ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആർനെ നെയ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ബയോ ഇൻഡിക്കേറ്റർ ഓഫ് SO2 പൊല്യൂഷൻ ഫ്രം ദി ഫോളോയിങ്. SO2 പൊല്യൂഷൻ അല്ലെങ്കിൽ സൾഫർ ഓക്സൈഡ് പൊല്യൂഷന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബയോ ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കിഡ്സ് ആണോ, വാട്ടർ ഹൈസിനാന്ത് ആണോ, അതുപോലെ തന്നെ ലൈക്കൻ ആണോ, അലോവേര ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഓപ്ഷൻ സി ലൈക്കൻ ആണ് എന്താ SO2 പൊല്യൂഷനെ കാണിക്കുന്ന ബയോ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. According to the Big Bang theory, present universe originated above. Okay, അപ്പം ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് നമുക്ക് എവല്യൂഷൻ പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഏകദേശം യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് എത്ര കാലമായി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് 13.7 ബില്യൺസ് എഗോ ആണ് ബിഗ് ബാങ് തിയറി എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 13.7 ബില്യൺ ഇയേഴ്സ് എഗോ ആയി എന്നാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. Next, the two most unique climatic factors influencing the biomes distribution around the world. Okay, അപ്പം climatic factors that influence the biomass distribution എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോമാസ് ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എല്ലാം എന്താണ് ഡിഫറെന്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ആണ് എന്താ ഏറ്റവും മോസ്റ്റ് യുണീക് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ് പേഴ്സണാലിറ്റി, കൺസെപ്റ്റ് ആൻഡ് ടേം. ഓക്കെ, അപ്പൊ എന്താണ് മൂന്ന് പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഏണസ്റ്റ് ഹക്കൽ, എ.ജി. ടാൻസ്ലി ആൻഡ് എൽട്ടൺ. അതുപോലെ തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഏണസ്റ്റ് ഹക്കൽ എന്താണ് എക്കോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തു, എ.ജി. ടാൻസ്ലി എക്കോസിസ്റ്റം എന്നുള്ളൊരു ടേമും കോയിൻ ചെയ്തു. ഇനി എൽട്ടൺ എന്താണ് എക്കോളജിക്കൽ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണ് എൽട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3 ആണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ പ്ലാന്റ്സ് റെപ്രസെന്റ്സ് ദി ഡാഷ് സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം, പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ, നൺ ഓഫ് ദി എബോവ്. അപ്പൊ എക്കോസിസ്റ്റത്തിലെ മൂന്ന് ടൈപ്പിലുള്ള എന്തുണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട് അല്ലെ. ഇതിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ദേ ആർ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓട്ടോട്രോപ്സ് ആണ് എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, സൺലൈറ്റിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്ത് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് അതുകൊണ്ട് തന്നെ അവർ എന്താണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസേഴ്സ് എന്നാണ് എക്കോസിസ്റ്റത്തിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, the evolutionary theory proposed by Charles Darwin was, okay, option A, change in population through time as a result of mutation. Option B, the spontaneous generation of new organisms, the passing of genes from one generation to the next. Option D, change in population through time as a response to environmental change. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? അതായത് ചാൾസ് ഡാർവിന്റെ തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അതിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ത്രൂ ടൈം ആസ് എ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ്. അപ്പൊ നമ്മൾ നാച്ചുറൽ സെലക്ഷൻ പഠിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ മെലാൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ് എൻവയോൺമെന്റൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? എവല്യൂഷണറി ചേഞ്ച് സംഭവിക്കും. അതുപോലെ തന്നെ ഒരു സ്ലോ ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചാൾസ് ഡാർവിന്റെ എവല്യൂഷണറി തിയറി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഈ 5 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ചേഞ്ച് ഇൻ എ പോപ്പുലേഷൻ ത്രൂ ടൈം ആസ് എ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ ചേഞ്ച്. Next, gamma diversity is the total species diversity in a landscape. Who introduced this terminology? So, എന്താണ് gamma diversity എന്ന് പറയുന്നത്? It is the total species diversity in a landscape. ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പിലുള്ള ടോട്ടൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ് ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആരായിരിക്കും? ഓപ്ഷൻ ഡി, വിറ്റാക്കർ ആണ് ഗാമ ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, species selected for making conservation related decisions typically because protecting these species indirectly protects the many other species that make up the ecological community of its habitat. Okay, അപ്പം എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു സ്പീഷീസിനെ കുറിച്ച്, ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു സ്പീഷീസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ എന്താണ് കുറെ അധികം സ്പീഷീസുകളെ, ആ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ അധികം സ്പീഷീസുകളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പറയുന്ന സ്പീഷീസിന് എന്താണ് പറയുന്നത്? ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്നാണോ, കീസ്റ്റോൺ സ്പീഷീസ് എന്നാണോ, ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്നാണോ, അംബർല സ്പീഷീസ് എന്നാണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് അംബർല സ്പീഷീസ്. ഓക്കെ, അംബർല സ്പീഷീസ് ആണ് എന്ത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു എക്കോസിസ്റ്റത്തിലുള്ള കുറെ അധികം സ്പീഷീസുകളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്താണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറയുന്നത്. ആർ ദി സ്പീഷീസ് ദാറ്റ് ആർ
on the verge of extinction. They are therefore used as an ambassador to draw society attention towards the need to conserve them. എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ചാൻസ് ഉള്ള അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന സ്പീഷീസുകളാണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കീസ്റ്റോൺ സ്പീഷീസ് എന്താണ്? കീസ്റ്റോൺ സ്പീഷീസ് ആണ് ഓർഗാനിസം ദാറ്റ് ഹെൽപ്സ് ഡിഫൈൻ ആൻ എൻറ്റയർ എക്കോസിസ്റ്റം. ഒരു എൻറ്റയർ എക്കോസിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്പീഷീസുകളാണ് എന്ത്? കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ഇസ് ആൻ ഓർഗാനിസം, ബാക്ടീരിയ, പ്ലാന്റ് ഓർ ആനിമൽ ദാറ്റ് റിഫ്ലെക്ട്സ് ദി കണ്ടീഷൻ ഓഫ് ദി എൻവയോൺമെന്റ് അറൌണ്ട് ഇറ്റ്. അതിന് ചുറ്റുമുള്ള ഏതും ഓർഗാനിസം ആയിക്കോട്ടെ അതിന് ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന, എൻവയോൺമെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഇതിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, സൾഫർ എക്സാഫ്ലൂറൈഡ് ആണോ, സൾഫർ ഡയോക്സൈഡ് ആണോ? ഓക്കെ, ഇതിൽ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് സൾഫർ ഡയോക്സൈഡ്. എന്താണ്? ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് ഗ്രീൻ ഹൗസ്. എന്നാൽ ബാക്കി 3 ഓപ്ഷൻസും എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എന്താണ് ഈ ഒരു ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിരുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസസ് കൂടുതൽ. എങ്കിലും എന്ത് ചെയ്യുക, എല്ലാ ടേംസിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എന്താണ് ഓരോ ടേമും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എവല്യൂഷൻ ഒക്കെ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കുറച്ച് ഹോട്ട്സ്പോട്ട്, ബയോളജിക്കൽ റിസർവ്സ്, അല്ലെങ്കിൽ എന്താണ് അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറെ തിയറീസ്, അതുപോലെ തന്നെ എന്താണ് എവല്യൂഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കുറേ അധികം ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പഠിച്ചു പോകാനായിട്ട്, നമുക്ക് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണിത്. അതുപോലെ തന്നെ എന്താണ് നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പൊല്യൂഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതിനെ കുറിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും യൂണിറ്റ് 5 വളരെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് സെറ്റിന് നല്ല മാർക്ക് മേടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.